your body. Love with the shape. ടെൻഷൻ ഉണ്ടോ മുത്തേ? എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചാൽ മതി. ഞാനും വിളിക്കുന്നത്. ഏത് കണാപ്പനാണെങ്കിലും എന്റെ പേര് വിളിച്ചാൽ മതി. കറക്റ്റ്. മിസ്റ്റർ ഭൂപേഷ് പെട്ടെന്നാവട്ടെ. ബിബീഷേ, ഞാനിവിടെ പപ്പടം കാച്ചാലേ ഇന്ന്. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അല്ല കുട്ടി വറീടാവും. ഈ ഒരു കാര്യം ചെയ്യേ, ഓന്റെ വീട്ടിലെ കടിച്ച് കയറ്റി കൊടുക്കും. അല്ല ഈ വെയിലടിച്ചിട്ടേ മുഖത്തിന്റെ സ്വാഭാവികത ലക്ഷം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഇത്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. നമ്മ ഇത് അടിച്ച് വെളുപ്പിച്ചാളി ഫോട്ടോഷോപ്പ് ഇട്ടി. ഭൂപേഷ് കുമാർ ഫോട്ടോഗ്രാഫി ഒന്നൊന്നര സംഭവനടാ. പിന്നെ അല്ലാണ്ട് സന്തോഷേട്ടന്റെ ഗുരു. അതെയാ മൂപ്പര് കല്യാണം എവിടെയാന്നു? അല്ലടോ, ഓനെ കാറ്ററിംഗിന്റെ പണിയാ. ഓ ഐ സി. നീ അധികം വർത്താനാക്കാണ്ട് ലൈറ്റ് ഒന്ന് പിടിച്ചോളൂ. റിലാക്സ് ചെയ്തോ? ഒന്ന് നേരുന്ന മക്കളെ, ആ കയ്യൊന്ന് അടുപ്പിച്ചേ. ഇങ്ങനെ ചിരിച്ചേ. ഒന്ന് ചിരിച്ച മോളെ. ചിരിക്കൂലേ? ചിരിക്കാല്ലേ മോളെ പറഞ്ഞു. നീ ചിരിക്കപ്പാ. ചിരിക്കോളെ, നീ എത്ര ചിരിക്കണ്ട. അവേട്ടാ അമലെ ഒരു മുറുക്കാനും കൂടെ എടുത്തോളൂ. അഭിയേട്ടനൊന്ന് മുറുക്കി ചവക്കട്ടെ. മൊത്തത്തിൽ ഈ ചന്ദ്രോത്സവം സെറ്റപ്പ് എന്തിനായിരുന്നു? എടാ ഒരു സിനിമാറ്റിക് അപ്രോച്ചാണ്. അഭിയേട്ടന്റെ ഈ ട്രാജഡി കണ്ടിട്ട് വേണം ചന്ദ്രികയുടെ മനസ്സറിയാൻ. എന്റെ അഭിയേട്ട എന്നും പറഞ്ഞ അവൾ ഇങ്ങോട്ട് ഓടി വരണം. അതിനോളും കൂടി നോക്കുന്നും കൂടില്ല. ഓന്റെ ഓരോ വെകിട് പരിപാടി. എന്റെ കിരണെ സ്വന്തമായിട്ട് എന്തേലും ഒന്ന് ചെയ്. ഒഞ്ഞു പോടാടുന്നു. അഭിയേട്ട ലാസ്റ്റ് റിഹേഴ്സൽ. തവളപ്രക്കാടിയ നേരിട്ട പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കാട്ടി അറിയാവുന്ന 4 തെറി വിളിക്കുന്നവൾ. തവളപ്രക്കാട്ടിയല്ല, തവളക്കണ്ണി. പിന്നെ മറ്റേ ജസ്റ്റർ മാറിപ്പോയി. ഇതല്ല മറ്റത്. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ട. കമോൺ, ഇമോഷൻസ്. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. നിങ്ങളെ പ്രായത്തിനോർത്തിട്ടായിരിക്കും. ഓണാഘോഷം കാണാൻ പോയപ്പോൾ കണ്ണിൽ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയവൾ. അഭിയേട്ട പടം മാറി. ഓ സോറി അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പലോകമല്ല ഈ ഉലകം. അമ്മരെ അഭിയേട്ടൻ കഴിയുന്നുണ്ടോ? നമ്മൾ പൊളിക്കുന്നത്. നേരത്തെ തുടങ്ങിയാ അതിന് നമ്മൾ സിനിമ കാണാനല്ലോ പോകുന്നത്. വാങ്ങായി ഈ ഫോട്ടോഗ്രാഫർ ആരാ നോക്കി നോക്കണേ? ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ച് വെക്കേണ്ടതാണ്. ആരാധാര ഭൂപേഷല്ലേ? ഫോട്ടോ പറഞ്ഞാ പതിച്ചു. ചന്ദ്രികേ, ബിബീഷേ, കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ രണ്ടാളും? ഒന്ന് നൈസായിട്ട് ചിരിച്ചാൻ ദാനെ പോലെ. പിടിച്ചോ മുടുക്കൻ. അതുകൊണ്ട കുട്ടി അങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ട്, ഇങ്ങനെ ഒരു ഷോട്ട്. ഓ ഷിറ്റ്. നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേ? യെസ് അതെ. ഓ അതെ. പിന്നെ ദേവേച്ചി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാനും സമ്മതിക്കില്ല. ഏതോ പെണ്ണിനെ കൊണ്ട് വന്നാന്ന് അത് കണ്ടുവാ. മോനെ എടാ ദേവിയില്ലത് ആരാന്ന് ഇപ്പൊ എത്ര? ദൈവമേ, ഓളെ കൊണ്ട് ഇന്നെങ്കിലും നിനക്ക് ഉപകാരം ഉണ്ടാവുക. ഇത് മുടക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് കല്യാണം കഴിപ്പിച്ചനെ. ഇത് ഓളോട് എന്താ കൊനഷ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓളല്ലല്ലോ, ഓളെ അച്ഛനല്ലേ കേൾക്കേണ്ടത്. പക്ഷെ അവള് ചിരിച്ചോട്ടാ പറയുന്നേട്ടാ. എന്നാ കൊനഷ്ട് തന്നെ. ഇത് രവിയേട്ടന്റെ മോള് ചന്ദ്രിക ഏനായിട്ട് ഹോട്ടൽ നടത്തുന്നേ. തീരെ ചെറുപ്പത്തിനോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയാ? നിങ്ങെന്താ രണ്ടാളൂടെ ഷൂട്ടിങ്ങിന് അച്ഛൻ വന്നതാ? നോ ആന്റി, നമ്മളെ വെഡിങ് ആണ്. എന്റെ പൂമാല പോതി ഞാൻ കേൾക്കുന്ന ബെറ്റിങ്ങാ. എടാ മൂക്കളെ മാറാത്ത നിനക്കെന്താ ബെറ്റിങ്? എന്നാ വർഷം? എനിക്ക് പ്രായമായി. വൈ നോട്ട്? നിന്റെ ശ്വാസം മുട്ടലൊക്കെ മാറിയടാ. ഓ മൈ ഗുഡ്നസ്. നീ അപ്പളും വലിച്ചു കിടക്കലെന്ന് നിന്റെ അമ്മ പറയലുണ്ടല്ലോ. ചന്ദ്രിക ഉദ്ദേശിച്ച വലിയല്ലത്. അല്ല ചന്ദ്രിക ഉദ്ദേശിച്ച വലിയ തന്നെ. പക്ഷെ ഞാൻ നിർത്തി. ഐ ക്വിറ്റ്. പെരുമ്പപ്പുഴയ്ക്കപ്പുറം ലോകം കാണാത്തൊരു പെണ്ണിനെ വളയ്ക്കാനുള്ള വിദ്യ ബിബീഷ് ബാലന് അറിയാം. ഓളും മംഗലാപുരത്തൊക്കെ പഠിച്ചാ ചങ്ങായി. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനക്ക് ഇങ്ങോട്ട് വന്നേ. അപ്പുറത്തെങ്ങാനും കൂട്ടിട്ട് പോയാ വാക്കും കേട്ടിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് ഛർദിക്കുന്ന അത്ര പ്രതീക്ഷ. ബ്യൂട്ടി അങ്ങ് പോയി. പോട്ടെ.
വർത്താനം കഴിഞ്ഞില്ലേ റെഡി എപ്പോ ഓരോ സൂക്കടാണ് പണ്ടേ ഏടേ? ഓനെ നല്ലോണം നോക്കണട്ടാ സുഖമില്ലാത്ത കുഞ്ഞാന്ന്. ആ മംഗലം കഴിഞ്ഞാലെങ്കിലും ഓന്റെ സൂക്കേട് മാറി കിട്ടിയാ മതിയായിരുന്നു. ഏ ലേഡി നിങ്ങൾ എന്തെല്ലാം കൊള്ളിച്ചോറിയുന്നത്? കൊള്ളിച്ചറിയുന്ന അത് ഇത്? ഈ പെണ്ണുങ്ങ എന്ത് പുല്ലരെ കളിപ്പിക്കാ? വന്നല്ലേ ഞാൻ പുല്ലരിച്ചിട്ട് പോകോ. നോ. ഭ്രാന്ത്. അല്ല ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടാവുക. ആ ഉണ്ടാവും, കൊറേ പേരുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നിർത്തും. ഇപ്പൊ നിർത്തുവാ. എടുക്ക്. ഒരു മിനിറ്റ് ഒരു ട്രിക്ക് ഉണ്ട്. ചന്ദ്രികയെ ഉപേക്ഷട്ട് എത്ര സമയമുള്ള പറയുന്നത്? ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തൂടെ മോളെ? നീ നിന്റെ പണി നോക്ക്. ഒരു മിനിറ്റടാ. 60 seconds. പിന്നെ ഇതല്ല എന്റെ പണി. ഞാനേ ക്യാമറ സെറ്റാക്കി വെക്കും. നീ ഓളറിയാണ്ട് ഓടത്ത് പോയിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഞാനാ? ഞാൻ കൊടുക്കടാ. ഞാൻ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യും. എടാ ഉപേക്ഷിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും പറയിട്ട് പോകണം. അതോ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും. റിസൾട്ട് കിട്ടോ? ആ പിന്നെ അത് മതി. ഓടാ അനുഗ്രഹിക്കണം. നന്നായി വരും. All the best. റെഡി? റെഡി. ഒന്നൊന്നര ക്ലിക്കായിരിക്കും. Ready അല്ലേ? നീ കൂടെ വന്നേ. ചന്ദ്രിക മാമാ. My eyes. ഒന്നും തിരിയുന്നില്ല. പോയാലോ? പോവാനും പറ്റില്ല. നമ്മള് സാധനം ഉണ്ടല്ലോ. Back up. നല്ലോണം കൊടുത്തൂല്ലേ? ആ പാവോ കൊടുത്തത് കുറഞ്ഞു പോയി. അല്ല ഇത് എന്റെ വീട്ടിലറിഞ്ഞ പ്രശ്നാവോ? എന്റെ വീട്ടില് ഞാൻ പറയൂല. ഓന് നാണക്കേടല്ലേ? ഓനും പറയൂല. ഇപ്പൊ 2 വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. അതെന്തേ? എന്റെ ഇളയമേനെ കാണുന്നില്ല. ഏ ബിന്ദു ഏടേ? നിങ്ങന്ന് ദേവിച്ചി പറയുന്നത് നിങ്ങക്ക് തോന്നിയതായിരിക്കും. അയ്യോ ഞാനെന്തിനാ നിന്നോട് ഇല്ലാത്ത പറയുന്നത്? നിന്റെ ചെക്കൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാലേ എനക്കും വിഷമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവൂലല്ലോ. ഓന്റെ കയ്യിലുണ്ട് കുരുത്തക്കേട്. എന്തെന്ന്? ഇക്കണ്ട ജനം നോക്കി നിൽക്കുമ്പോ ഓനെന്തിനോളം ഉമ്മ വെച്ചടി? ജനങ്ങളിലുണ്ടായി. ജനങ്ങളെന്ന് പറഞ്ഞാല് ഒരു ചങ്ങായിമാരിലുണ്ട്. ഇങ്ങോട്ട് വരട്ട് നായി. കല്യാണത്തിന് മുന്നേ അടി വാങ്ങിട്ട്. അതന്നെയാണ് ഞാനും പറയുന്നത്. അതന്നെയാന്ന് ഞാനും പറയുന്നത്. ഒരു ഉമ്മ വെക്കാൻ പോയേന് അതും ഇഷ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു പെണ്ണ് അടിക്കുക. മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിനി ഓക്കൊരു താല്പര്യക്കുറവ്. She's sad man. ഞാൻ ദുബായി പോകുന്നതിന്റെ വിശപ്പാ നോക്ക്. അതുകൊണ്ടായിരിക്കല്ലോ മുഖത്ത് നോക്കി യാത്രയായി പോന്ന് അല്ലേ? സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെല്ലാം റെഡി ആയി വന്നിട്ട് ഓള് നിന്റെ മുഖത്തടിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ മുഖത്തല്ല അടിച്ചിനി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ ചോര കുടിക്കുന്നുണ്ടോ? ചോര പൊടിയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പഴുത്ത് വീങ്ങി അത്ര ഉള്ളു. ഒരാളെ പോലെ 7 ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ തീർന്നില്ലേ? എന്നാലും ഇതൊക്കെ കാണേണ്ട ആള് അങ്ങ് നേരത്തെ അങ്ങ് ഓഫായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ അമ്മയനീത്തിയൊന്നും എൻ്റെ അച്ഛൻ പറയുന്നതിനപ്പുറം പോവില്ല. നാട്ടുകാർ കല്യാണം മുടക്കാൻ നോക്കുന്നൊക്കെ എനക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിലുള്ളവരും തുടങ്ങിയാലേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനക്കറിയാം. ഇതല്ല നിങ്ങളെയൊക്കെ ഇപ്പൊ കാണാനില്ലല്ലോ. ഏടെയാന്ന്? നിങ്ങളെല്ലാം കാണാൻ കിട്ടാത്തത്. എപ്പോഴും ചന്ദ്രേട്ടൻ്റെ ഒപ്പം കാണാല. പിന്നെ പെണ്ണ് കാണുന്ന തിരക്കാന്ന് വിചാരിച്ചിട്ടാന്ന് വിളിക്കാൻ അല്ലേ? ഒന്നുമില്ലപ്പാ. കല്യാണം എന്നൊക്കെ പറയുന്ന കയ്യാലം മേലെ ഇരിക്കുന്ന തേങ്ങ പോലല്ലേ. നീ എന്നാന്ന് സൈലന്റ്? ഇങ്ങനെയൊന്നും അല്ലല്ലോ. ലൈഫ് ഹാസ് ടു ഗോ ഓൺ ബോവിയേട്ടാ. അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇല്ല ഒന്നുമില്ല. അത് അഭിയേട്ടൻ രാവിലെ ഒന്ന് നോവൽ വായിച്ചു. നോവല്. നിങ്ങ ദിബീഷിന്റെ ഫോട്ടോ എടുപ്പിന് വന്നിട്ട് എന്താ മാറിയെന്നിന്?
നിങ്ങൾ അവിടെ വന്നിനാ? ഏയ് ഞാൻ ജസ്റ്റ് വന്നിന്. ഇത്രയും നാളായിട്ട് നമ്മളെ കല്യാണം വിളിക്കാത്തതിന്റെ ഒരു മനപ്രയാസം ഉണ്ടായിനി. പിന്നെ ചങ്ങായിയല്ലേ പോയി നോക്കാന്ന് വിചാരിച്ചു. ആ, അത് നല്ലതാണ്. എന്താ ചോദിച്ചു? ഞാൻ വെറുതെ വെച്ചു. വെറുതെ. ഉടനെ ഉണ്ടാവോ? ഒരു 1.5 മാസം കൊണ്ടുണ്ടാവല്ലേ? 1.5 മാസം. 1.5 മാസം ഉണ്ടാവോ? 1.5 മാസമായാലും 2 മാസമായാലും ഇപ്പൊ നാളെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് കെട്ടിപ്പോവാന്നല്ലേ ഉള്ളൂ. അല്ലേ ഭവിയേട്ടാ? അല്ലേ ഭവിയേട്ടാ? എന്നടാ പുതിയ നെഗ് വല്ലതും ഉണ്ടാ? നിന്റെ വരവ് കാണുമ്പോഴേ പേടിയാവുന്നല്ല. നെഗൊന്നുമില്ല, ഫുൾ പോസിറ്റീവ്. ഏട്ടന്റെ വെഡിങ് നേരത്തെ ആക്കി. 3 ദിവസത്തിനുള്ളിൽ കല്യാണം. 3 വെഡിങ് ഇൻ 3 days. അതല്ലേ? പിന്നെ സുജിനേജിന്റെ കല്യാണത്തിനൊന്നും കാത്തിക്കുന്നില്ല. അതിനു മുമ്പ് ഈ വരുന്ന ബുധനാഴ്ച ഇത് നടത്തായിരിക്കും കല്യാണം. അയ്യോ എന്തൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഫുൾ പോസിറ്റീവ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. പറയാനേ വന്നി. എല്ലാരും ഉണ്ടാവണേ. ആര് ഒന്നും പറ്റിയില്ല. അപ്പൊ ഹെഡിങ്ങനെ കാണാം. വിഭീഷിന്റെ കല്യാണം എന്ത് പോസിറ്റീവ് ന്യൂസ് അല്ലേ? പിന്നെ 3 ദിവസമല്ലേ ഉള്ളൂ. നമ്മളെ പയ്യനല്ലേ വിഭീഷിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണം. ഞങ്ങൾ വന്നാ പിന്നെ മെല്ലെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അഭിയേട്ടന് കുറച്ച് കഞ്ഞി മേടിച്ചു കൊടുക്കും. പോവാം. നീ എന്താ രാവിലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തിട്ട്? ഇന്നലെ രാത്രി വിളിച്ച് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞല്ലേ. ഓ അതാണ് കാര്യം. അതിന് വഴി ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ? ചന്ദ്രേട്ടാ, എന്ത് വഴി ഉണ്ടാക്കല്? ഇനി 3 ദിവസം 4-ന്റെ അന്ന് കല്യാണം. ഓളയും കെട്ടി അങ്ങ് പോവും. എനിക്ക് സുജിനെ കിട്ടൂലെന്ന്. അതിന് 3 രാത്രിയും പകലും നിവർന്ന് കിടപ്പില്ലടോ. ചന്ദ്രേട്ടാ, എന്ത് നീണ്ടു കിടക്കല്? ഇനി അധിക ദിവസമല്ലല്ലോ. സുജിനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ടെൻഷനോട് ടെൻഷൻ. നമുക്ക് ഉറപ്പില്ല കാര്യം മാത്രം ചെയ്യാം പോരെ? തലച്ചോറ് കലങ്ങി. അതെ, നമുക്ക് ഓനോട് പറഞ്ഞു. ആരോട്? ബിഭീഷനോട്. കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്നോട് കല്യാണം മുടക്കാൻ പറയണം. ഇത് ബഗിട് പോയി പറയുന്നത്. പിന്നിപ്പോ എന്താ ചെയ്യല്? ഞാൻ 4 കേട്ട് എന്ന് വേഗം പറ. നീ എവിടെ വരുന്നേ? അറ്റേ വീട് ഒരാക്കെ തൂറാൻ പറ്റും. ഇങ്ങോട്ട് തന്നെയായിരുന്നു. അമലെ, അഭിയേട്ടാ എണീക്ക് എണീക്ക് എണീക്ക്. എന്നാടാ കിരണേ രാവിലെ എണീപ്പിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വരാം. വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിലെല്ലാം പോകുന്നതിന് മുമ്പ് അത് കേട്ടു നോക്ക്. ഡാർക്ക് അടിക്കുന്നല്ല. നമ്മൾ ബിഭീഷിനോട് ഒരു വലിയ ചതി ചെയ്യാൻ പോകും. എത്ര നാളോ എന്നല്ലേ ചെയ്തോണ്ടെന്ന്? ഇത് തേച്ചാലും മാച്ചാലും മായാത്ത വേറൊരു ചതി. സ്ത്രീ വിഷയം. വൈറൽ വീഡിയോ. മറ്റേതാ? എടാ അത്രയ്ക്കൊന്നുമില്ല. ജസ്റ്റ് വെള്ളം അടിച്ച് നൃത്തം ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ. അതിപ്പോ അത്ര വലിയ പ്രശ്നമാവോ? തുള്ളൊന്ന ഒരു പെണ്ണിന്റെ കൂടെയാണെങ്കിലോ? നമ്മുടെ നാട്ടിൽ നാറാൻ അതൊക്കെ പോരെ? പെണ്ണോ? യു മീൻ ക്യാബറേ? നമ്മ ഫാമിലി ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. കൊടുക്കാൻ നമ്മളും നാറും കിരണേ. പറഞ്ഞിട്ടൊന്നും വേണ്ട. അതൊന്നുമില്ലെന്ന്. അഭിയുടെ ഒരു പഴയ വീടില്ലേ? ആടെ ഇപ്പം ആരും താമസമില്ലല്ലോ. ഇല്ല. അതിന് യെസ്. കാര്യപരിപാടി ആടുന്ന് മതി. ഇന്ന് സന്ധ്യക്ക് കള്ളു കുടിക്കാനുള്ള സാധനങ്ങളും ബാക്കി സെറ്റപ്പൊക്കെ ആയിട്ട് അഭിയേട്ടൻ ആടെ ഉണ്ടാവണം. ബിബീഷിനെ നമ്മളെ ചെലവാന്നും പറഞ്ഞ് അങ്ങോട്ട് വരുത്തിക്കാം. ഹോസിന് കള്ളു കുടിക്കാനെന്ന് പറഞ്ഞ ഓൻ എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓനെ നമ്മൾ കള്ളു കുടിപ്പിച്ച് ഫിറ്റാക്കുന്നു. പെണ്ണിന്റെ ഒപ്പം ഡാൻസ് കളിപ്പിക്കുന്നു, വീഡിയോ എടുക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും അയച്ച് വൈറലാക്കുന്നു. ഓൻ നാറുന്നു, കല്യാണം മുടങ്ങുന്നു. കിരണേ, എന്ത് ബുദ്ധിയാണോ നിനക്ക്? നീ മലയാള സിനിമേനെ വേറെ തലത്തിലെത്തിക്കും. അയിനോ ഇത് നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടീസ് ആണ്. അവിടെ സെറ്റ് ആക്കി വെക്കണം. നമ്മൾ പോയിട്ട് വരാം. എടാ അല്ല, ഒറ്റയ്ക്ക് തുള്ളിയാ വൈറലാവില്ലല്ലോ. പെണ്ണ് വേണ്ടേ? ഞാനും അതിന് പോയിട്ട് വരാം. അതെ അതെ, ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ പുറമുള്ളവരാണ് പോകേണ്ടത്. എന്ത് റിസ്ക് എടുത്തും ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരും. അല്ല, നമ്മളെ വീടിന്റെ ഭാഗത്ത് ആൾക്കാരെ വല്ലതും ഉണ്ടാവുക? അത് വലിയ വിഷയമല്ല. ആ കാട്ടുമുക്കിൽ വീടെല്ലാം കുറവാന്ന്. ആ കാട്ടുമുക്കില ആടെ തന്നെ. ആടുമ്പോ വീടുണ്ടാവില്ല, ആൾക്കാരും കുറവായിരിക്കും.
ആടെ എങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തല്? അതാ നിന്റെ വണ്ടിയിലെ ടയർ പഞ്ചറായി പറഞ്ഞിട്ട് ഓനെ ഇങ്ങോട്ട് വരാൻ പറയാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, വിളിച്ചു വരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഓൻ സമ്മതിക്കും? ഓ, പോത്തിനോടൊപ്പം ഞാൻ ഇത്രയേറെ പേര് ചൊല്ലി. എടാ, ഓനിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഓനെ കൊഞ്ചിക്കാനല്ല, ഓന്റെ കയ്യും കാലും തല്ലി ഓടിക്കാനാണ്. നിങ്ങൾ എന്നായി പറയുന്നത്? ഓൻ ഒരാഴ്ച ആശുപത്രി കിടത്തിയാലേ ഈ കല്യാണം മുടക്കാറിയൂ. പിന്നെ ഇരുട്ടടിയായതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. ചെറിയ ഉതിർ ചെയ്താൽ മതി. ഇവിടെ നിനക്കും തരാൻ 2 എണ്ണം ഒരു ഒറിജിനാലിറ്റിക്ക്. ഈ പോലീസും പ്രശ്നമൊക്കെ ആവൂലേ? ഓനൊരു പാവല്ലേ? അത് നീ പാവല്ലേ? ഇത്രയും കാലം നേരെ നടന്നിട്ട് നിനക്കെന്തായിന്? എടാ, ഓൻ ചെറിയ പ്രായമാണ്. ഓൻ ഇനിയും സമയമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാം. പിന്നെ പോലീസ് വന്നോട്ട് അതിന് നമ്മളെന്താക്കിനി? ഇത്രയും കാലം നിങ്ങളെ അടിയിലല്ലേ മുന്നോട്ട് പോയത്. നമുക്ക് നോക്കാം. അല്ല, ഈ വിട്ടേക്കാം. ഒരു കാര്യം ചെയ്യ്, നീ ആ ബിഭീഷണെ വിളിക്ക്. ഓൻ്റെ എന്താ പ്ലാൻ എന്നാന്ന് മനസ്സിലാക്കല. വിളിക്കടാ. ആ, എല്ലാം ഞാൻ അറിഞ്ഞു. കാട്ടുമുക്കിലല്ലേ? നീ എവിടെയാ? അപ്പ നിങ്ങ അടിക്കുമല്ലേ? എടാ, ഞാനങ്ങനെ ചെയ്യും. ഇതിപ്പോ ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോ നീ എന്നോട് ക്ഷമിക്ക്.